ന്യൂസ് 16 കേരള. കുവൈത്തിലെ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ സേവനം കുവൈത്ത് മാനവ സൗഹാർദ്ദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മംഗഫ് ഡിലൈറ്റസ് ഹാളിൽ നടന്ന യോഗത്തിൽ സേവനം കുവൈത്ത് പ്രസിഡന്റ് ബൈജു കിളിമാനൂർ അധ്യക്ഷതയും ജനറൽ സെക്രട്ടറി സിബി കടമ്മനിട്ട സ്വാഗതവും ആശംസിച്ചു. റവറന്റ് ഫാദർ ബിനോയ് പി ജോസഫ് ഇഫ്താർ സംഗമം 2025 ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകനും കുവൈറ്റ് ഇസ്ലാമിക് കമ്മിറ്റി പ്രതിനിധിയും അധ്യാപകനുമായ അജ്മൽ മാസ്റ്റർ റമദാൻ സന്ദേശം നൽകി. സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനും വാഗ്മിയുമായ വിബീഷ് തിക്കോടി മതസൗഹാർദ്ദ പ്രഭാഷണം നടത്തി. പ്രശസ്ത മെഡിക്കൽ ഓങ്കോളജിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ സുസോവന സുജിത് നായർ, KKPA പ്രസിഡന്റ് സക്കീർ പുത്തൻപാലം, സേവനം കുവൈത്ത് ഉപദേശക സമിതി അംഗം രാജൻ തോട്ടത്തിൽ, സേവനം കൾച്ചറൽ കമ്മിറ്റി കോർഡിനേറ്റർ ജയകുമാർ, വൈസ് പ്രസിഡന്റ് ജിനു KV, ട്രഷറർ ഉണ്ണികൃഷ്ണൻ, സെൻട്രൽ കമ്മിറ്റി അംഗം സുനിൽ കൃഷ്ണ, KKF ജനറൽ സെക്രട്ടറി അനിൽ കല്ലട, സേവനം കുവൈത്ത് മെഡിക്കൽ ഗിൽഡ് ചീഫ് കോർഡിനേറ്റർ പ്രേം തുഷാർ, ജനറൽ കൺവീനർ മനോജ് കിളിമാനൂർ, കേന്ദ്ര കമ്മിറ്റി അംഗം സുരേഷ് എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രീതാഹാരിയുടെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സേവനം കുവൈറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗം ബിനോയ് ബാബു കൃതജ്ഞത രേഖപ്പെടുത്തി. ഇഫ്താർ സംഗമത്തോടനുബന്ധിച്ച് രോഗപീഠയിലും സാമ്പത്തിക പരാധീനതയിലും കഴിയുന്ന 7 സേവനം കുവൈറ്റ് അംഗങ്ങൾക്ക് ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. സേവനം കുവൈറ്റ് അംഗങ്ങൾക്കായി വിഭാവനം ചെയ്തിട്ടുള്ള ഗൃഹശ്രീ പദ്ധതിക്ക് വരുന്ന ഓണക്കാലത്ത് തുടക്കം കുറിക്കുമെന്ന് പ്രസിഡന്റ് ബൈജു കിളിമാനൂർ അറിയിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള 200ഓളം പേർ നോമ്പുതുറയിൽ പങ്കെടുത്തു. ന്യൂസ് 16 കുവൈത്ത്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.